Hi students, welcome to Civil Tips PSC. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടറുടെ സർവേയുടെ എക്സാം നടക്കുകയുണ്ടായി. അതിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം പൊതുവേ എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലൊരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം പഠിച്ചിട്ട് പോയുള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് പ്രൊജക്ഷൻസ് ഓഫ് എ ലൈൻ. ആ ഒരു പ്രൊജക്ഷൻ ഓഫ് എ ലൈനിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതാണ്: ഇഫ് എ ലൈൻ ഇസ് പാരലൽ ടു ബോത്ത് എച്ച് ബി ആൻഡ് വി പി, ഇറ്റ്സ് എ പ്രൊജക്ഷൻ ഓർ പാരലൽ എക്സ് വൈ ലൈൻ ആണ്. അത് ഏതാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി, ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഈസ് എ പോയിന്റ്. അതും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, ദ ടോപ്പ് വ്യൂ ഈസ് എ പോയിന്റ്. ഓക്കെ, അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷനിങ് ഓൺ ടെക്നിക്കൽ ഡ്രോയിങ്. ഏതാണ്? നമ്മുടെ ഡയമെൻഷൻ്റെ നമ്മുടെ IS കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ്. IS 11669 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഏതാണ്? നമ്മുടെ പരാബോളയുടെ കേസ്, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള, അതിൻ്റെ എസെൻട്രിസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിലേതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. നമ്മുടെ സർക്കിളിൻ്റെതാണെങ്കിൽ എലിപ്സ് എസെൻട്രിസിറ്റി 0 ആണ്. എലിപ്സിൻ്റെത് ഏതാണ് വരുന്നത്? എലിപ്സിൻ്റെത് രണ്ടാമത്, അതായത് ലെസ് ദാൻ 1 ആണ് വരുന്നത്. ഹൈപ്പർബോളയുടേത് ഗ്രേറ്റർ ദാൻ 1 വരും. ഓക്കെ, ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമംഗ് ദ ഫോളോയിങ്. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കൺസ്ട്രക്ഷൻ ലൈന ഡ്രോൺ വെരി തിൻ കണ്ടിന്യൂസ് ആണല്ലേ? അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത് വരുന്നത്, ബോർഡർ ലൈൻസ് ആർ തിക്കസ്റ്റ് ഇൻ എ ഡ്രോയിങ് ഷീറ്റ്. ഓക്കെ, അതും കറക്റ്റാണ്. ദെൻ അടുത്തത്, ഹിഡൻ ഫീച്ചർ ആർ ഡ്രോൺ വിത്ത് തിൻ ഡേഷ്ഡ് ലൈൻ. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അതിൽ പറയുന്നത്, ലീഡർ ലൈൻസ് മസ്റ്റ് ഓൾവേസ് എൻഡ് വിത്ത് ഡബിൾ ആരോ ഹെഡ്. ലീഡർ ലൈൻസ് അല്ല നമ്മൾ ആരോ ഹെഡ് വെച്ച് എൻഡ് ചെയ്യുന്നത്, നമ്മൾ ഡയമെൻഷൻ ലൈനാണ് നമ്മൾ ആരോ ഹെഡ് വെച്ച് എൻഡ് ചെയ്യുന്നത്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ഡ്രോയിങ് ഈസ് മെയ്ഡ് ടു സ്കെയിൽ 1:50 if the actual length of the object is 2500 mm, the length on the drawing will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതെങ്ങനെ ചെയ്യാം? അവിടെ അവർ സ്കെയിൽ പറയുന്നുണ്ടല്ലോ, സ്കെയിൽ പറയുന്നത് 1:50 ആണ്. സോ നമുക്കതിനെ 1/50 എന്ന് എഴുതാം. ദെൻ ഈക്വൽ ടു ഇടുക. ഇവിടെ പറയുന്നുണ്ട് ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 2500 mm ആണ്. നമ്മൾ ആ ഒരു ഫോർമുല എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ മാപ്പ് ഡിസ്റ്റൻസിൽ, അതായത് നമ്മൾ ഡ്രോയിങ് ഡിസ്റ്റൻസ് ബൈ ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ്. സോ നമ്മളിവിടെ ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. ഡ്രോയിങ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഡ്രോയിങ് ഡിസ്റ്റൻസിൽ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. സോ x/2500 mm എന്ന് വരുന്നു. സോ എക്സിൻ്റെ വാല്യൂ നമ്മളത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 50 mm എന്ന് ആൻസർ വരുന്നു. ഓക്കെ, 50 mm ആണ് ആൻസർ വരുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 50 mm ആണ് ആൻസർ വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഡയഗണൽ സ്കെയിൽ has 5 main division. Okay, diagonal scale has a 5 main division and 10 subdivision. Each small division represented. Okay, അതിൽ നമ്മൾ ഡയഗണൽ സ്കെയിലിൻ്റെ കാര്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്കറിയാം ഓരോ മെയിൻ 5 ഡിവിഷനാണുള്ളത്, അല്ലെ? മെയിൻ ആയിട്ടുള്ള 5 ഡിവിഷനാണുള്ളത്. ദെൻ ഓരോ ഡിവിഷനെയും 10 സബ് ഡിവിഷനായിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 1/10 ഓഫ് യൂണിറ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ISO 5457 ദ ഏരിയ ഓഫ് A1 ഡ്രോയിങ് ഷീറ്റ് ഏതാണ്? നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ആണ്. 0.5 m² ആണ് ആൻസർ വരുന്നത്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ലെറ്റർ ഇൻ എ ടൈപ്പ് ഓഫ് ഹൈറ്റ്. എ ടൈപ്പ്, ദ ഹൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ഈസ് ഡിവൈഡഡ് ഈക്വൽ ടു ഏതാണ്?
ടൈപ്പ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 14 പാർട്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ടു കൺസ്ട്രക്ട് എ റെഗുലർ ഹെക്സഗൺ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ദ സൈഡ് ഓഫ് ദ ഹെക്സഗൺ ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിനകത്ത് നമ്മളൊരു ഹെക്സഗൺ വരയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ സർക്കിളിൻ്റെ ഡയമീറ്ററുമായിട്ട് ഹെക്സഗണിൻ്റെ വശങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് കിട്ടുന്നത്. സോ നമുക്കറിയാം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. റേഡിയസ് ഓഫ് സർക്കിളാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എ പറയുന്നത് A French curve is mainly used for drawing irregular smooth curve. Then reason R എന്ന് പറഞ്ഞിട്ട് French curve are flexible and can bend into any required shape. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the assertion A and reason are given below. Choose the correct alternate from the following എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ നമുക്കിവിടെ ഓപ്ഷൻ അതായത് അസേർഷൻ എ വരുന്നത് ട്രൂ ആണ്. ദ ഫ്രഞ്ച് കർവ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഇറഗുലർ സ്മൂത്ത് കർവ്. അത് കറക്റ്റ് ട്രൂ ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ എനെ അത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റീസൺ ആർ എന്ന് പറയുന്നത് ഫാൾസ് ആണ്, അതായത് റോങ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. കഡസ്ട്രിയൽ സർവേ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. ടു ഫിക്സ് ബൗണ്ടറീസ് ഓഫ് പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റേഞ്ചിങ്? ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റേഞ്ചിങ് അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അല്ലെ, ഓപ്ഷൻ സി ആണ്. റാൻഡം ലൈൻ റേഞ്ചിങ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ക്യുമുലേറ്റീവ് ഇറർ? ഓക്കെ, ക്യുമുലേറ്റീവ് ഇറർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അല്ലേ, ആക്യുറേറ്റ് ആയിട്ട് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ചെയിൻ നോട്ട് ബീങ് സ്ട്രെയിറ്റ് ആണ്. അല്ലേ, ഈ ഒരു ക്യുമുലേറ്റീവ് ഇറർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ആകാം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചെയിൻ നോട്ട് ബീങ് സ്ട്രെയിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലെയിൻ സർവേയിങ് ഈസ് ആപ്ലിക്കബിൾ ഇൻ വിച്ച് സിറ്റുവേഷൻ? ഓക്കെ, പ്ലെയിൻ സർവേയും നമുക്കറിയാം. പ്ലെയിൻ സർവേയും ജിയോളജിക് സർവേയും ഉണ്ട്. അതിൽ പ്ലെയിൻ സർവേ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ പറയുന്നുണ്ട്. അതിനേക്കാളും കുറവ് ഏരിയ വരുമ്പോഴാണ് നമ്മൾ പ്ലെയിൻ സർവേ യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഫോർ ആൻ ഏരിയ ഓഫ് 250 km² എർത്ത് സർഫേസ്. അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആർക്ക് ആൻഡ് സബ്സ്ക്രിറ്റൻ്റ് കോഡ് the surface of the earth length 91 km is only 100 cm എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ആ ഒരു കർവ്ഡ് ജിയോളജിക് സർവേയിലുള്ള കർവ് എർത്തിൻ്റെ 2 പോയിന്റുകൾ കർവേച്ചറോടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കർവ് ലൈനും പ്ലെയിൻ സർവേയിലുള്ള സ്ട്രെയിറ്റ് ലൈനും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഓരോ 18.2 കിലോമീറ്ററിനും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഓരോ 18.2 കിലോമീറ്ററിനും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിനൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ സി നോക്കിക്കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ആംഗിൾ ഓഫ് എ സ്പെറിക്കൽ ട്രയാങ്കിൾ ആൻഡ് ദ കറസ്പോണ്ടിങ് പ്ലെയിൻ ട്രയാങ്കിൾ ഈസ് ഓൺലി 1 സെക്കൻഡ്. ഓക്കെ, അത് അവിടെ പറയുന്നത് നമ്മുടെ ആ ഒരു 1 സെക്കൻഡ് എന്ന് പറയുന്നത് ആ ഒരു ട്രയാങ്കിളുടെ ഏരിയ അപ്പോൾ എത്രയായിരിക്കും? 195.5 കിലോമീറ്റർ ആയിരിക്കും, കിലോമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഈ ഒരു സി ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 1 സെക്കൻഡ് വരുന്നത് എപ്പോഴായിരിക്കും? അവരുടെ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് 195.5 കിലോമീറ്റർ സ്ക്വയർ ഉള്ളപ്പോഴായിരിക്കും. സോ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്ലോട്ട് വാസ് സർവേഡ് യൂസിങ് a 30-meter chain and the area was found to be 20 hectares. Find the actual area if the chain is too long by 30 mm എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏരിയയുടെ ബേസിലാണ് പറയുന്നത്. സോ നമുക്ക് ആ ഒരു ബേസിൽ തന്നെ ഇതിൻ്റെ ഫോർമുല എഴുതാം. a dash equal to l dash by l the whole square a എന്ന് വരും. ഓക്കെ, ഇവിടെ l dash എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം ഈ 30 മീറ്റർ ആണ് ചെയിൻ. സോ ചെയിൻ ടു ലോങ് ബൈ 30 mm എന്ന് പറയുന്നുണ്ട്. സോ ആ 30 mm നമ്മൾ മീറ്ററിലോട്ടാകുമ്പോൾ 0.03 വരും. സോ ആ 30 മീറ്റർ ചെയിൻ ലെങ്തും ആ 30 + 0.03 കൂടെ ആഡ് ചെയ്യുക. ദെൻ ഡിവൈഡഡ് ബൈ എത്ര? 30 ഇടുക. ഓക്കെ, 30 ദെൻ ഈക്വൽ ടു 20. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ദ ഹോൾ സ്ക്വയർ. ഓക്കെ,
ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 20.04 ഹെക്ടർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. എ ലെങ്ത് AB വാസ് മെഷേർഡ് ടു ബി 200 മീറ്റർ യൂസിങ് എ ഡിഫക്റ്റീവ് 20 മീറ്റർ ചെയിൻ. ഇഫ് ദ ട്രൂ ലെങ്ത് ഓഫ് AB ഈസ് 199.8 മീറ്റർ ആണ്, വാട്ട് ഇഫ് ദ ഡിഫക്റ്റ് ഓഫ് ദ ചെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതാണോ? L dash, ക്യാപിറ്റൽ L dash ഈസ് ഈക്വൽ ടു സ്മാൾ L dash ബൈ സ്മോൾ L ഹോൾ സ്ക്വയർ ബൈ L ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂസ് ഇടുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ദ ചെയിൻ ഈസ് 20 mm ഷോർട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എമംഗ് ദ ഫോളോവിങ്? ഏതാണ്? റേഞ്ചിങ് പോൾ ആണല്ലേ, റേഞ്ചിങ് പോൾ ആണ് ആൻസർ വരുന്നത്. റേഞ്ചിങ് പോളിൻ്റെ ലെങ്ത് എത്രയാണ്? 4 to 8 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ്സെറ്റ് ഈസ് പ്രിഫേർഡ് ടു ലൊക്കേറ്റ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ ലോങ് ഡിസ്റ്റൻസ് ഫ്രം ദ ചെയിൻ ലൈൻ? ഏതാണ്? നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ഒബ്ലീക്ക് ഓഫ്സെറ്റ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണെങ്കിലോ അത് നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസിനൊക്കെയാണ്, ഷോർട്ട് ഓഫ്സെറ്റ് ഒക്കെ എടുക്കാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് യൂസ്ഡ് ടു ലോക്കലൈസ് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്കലൈസ് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വർക്ക് ഫ്രം പോൾ ടു പാർട്ട് ആണല്ലേ, ലോക്കലൈസ് ദ എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ വെൽ കണ്ടീഷൻഡ് ട്രയാംഗിൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഡാഷ് നോട്ട് മോർ ദാൻ ഡാഷ് റെസ്പെക്റ്റീവ്ലി. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലൈൻ ജോയിനിങ് സബ്സിഡറി സ്റ്റേഷൻ ഈസ് കാൾഡ്? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ഡി ടൈ ലൈൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫീൽഡ് ബുക്ക് ആർ കറക്റ്റ്? ഏതാണ്? ഫീൽഡ് ബുക്കിൽ അതിൽ പറയുന്നത് ദ എൻട്രീസ് ആർ യൂഷ്വലി മെയ്ഡ് വിത്ത് പെൻസിൽ, അത് കറക്റ്റാണ്. ഈച്ച് ചെയിൻ ലൈൻ ഷുഡ് ബി റിട്ടൺ ഓൺ എ സെപ്പറേറ്റ് പേജ് ഓഫ് ദ ഫീൽഡ് ബുക്ക്, അതും കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാനിതിൽ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് കോമ്പസ് ദ റിഗാർഡിംഗ് ടേക്കൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രിസം പ്രൊവൈഡഡ് വിത്ത് ഐ വെയിൻ? ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രിസ്മാറ്റിക് കോമ്പസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. Then next question. What is the name of quadrant if the bearing of a line lies between 180 degree and 270 degree? അത് നമുക്ക് ഇത് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, സൗത്ത് വെസ്റ്റ്. 118 217 ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സൗത്ത് വെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then next question. 25ാമത്തെ question. The inclination of the magnetic needle with the horizontal in a prismatic compass is termed as? ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡിപ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ. The difference between forbearing and back bearing in case where there is no local attraction will be equal to? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 180 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. Then next question. What is the rule for converting whole circle bearing to reduced bearing if a line lies between 90 degree and 180 degree? ഓക്കെ, അപ്പോൾ ഒരു ലൈൻ വരുന്നത് 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കാണ് വരുന്നത്. അതായത് ഈ ഒരു ക്വാഡ്രന്റിലാണ് വരുന്നത്. അവിടെ വരുമ്പോൾ നമ്മൾ WSB ഹോൾ സർക്കിൾ ബിയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബിയറിങ്ങോട്ട് ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. റെഡ്യൂസ്ഡ് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണല്ലോ, 180 ഡിഗ്രിയാണ് വരുന്നത്. സോ 180 ഡിഗ്രി മൈനസ് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question. What is the rule for converting reduced bearing to the whole circle bearing if a line lies between 180 degree and 270 degree? ഏതാണ്? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ 180 ഡിഗ്രിക്കും 270ക്കും ഇടയിലാണ് വരുന്നത്. അതായത് ഈ ഒരു ക്വാഡ്രന്റിലായിരിക്കും നമ്മുടെ ആംഗിൾ വരുന്നത്. സോ ഹോൾ സർക്കിൾ ബിയറിംഗ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ബാക്ക് ബിയറിംഗ് ഓഫ് എ ലയൺ എ ബി ഇഫ് ഫോർ ബിയറിംഗ് ഓഫ് എ ലയൺ എ ബി ഈസ് 166 166 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു 166 എന്ന് പറയുന്നത് 180 ഡിഗ്രിനേക്കാളും കുറവാണ്. സോ എന്ത് ചെയ്യുക, 180 + 166 അതായത് 180 + 166 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസറായി. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 346 ഡിഗ്രിയാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബാക്ക് ബിയറിംഗ് ഓഫ് പി ക്യു ഇൻ ക്വാഡ്രന്റൽ സിസ്റ്റം ഇഫ് ദ ഫോർ ബിയറിംഗ് ഓഫ് പി ക്യു ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഒരു ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ മതി. നോർത്തിന് സൗത്ത് ആക്കുക, വെസ്റ്റിന് ഈസ്റ്റ് ആക്കുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. Then next question, what is the magnetic bearing of the lion if the true bearing of the lion 86 degree 30 minute and the magnetic declination is 4 degree east എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നമുക്കറിയാം ട്രൂ ബിയറിംഗ് കാണാനായിട്ട് ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡീക്ലിനേഷൻ ആണല്ലേ. ഇവിടെ ഈ ഡീക്ലിനേഷൻ 4 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ നമ്മളത് ആഡ് ചെയ്താൽ മതി. ട്രൂ ബിയറിംഗിന്റെ വാല്യൂ എത്രയാണ്, 86 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. സോ പ്ലസ് 4 ഡിഗ്രി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് 86 നിന്ന് 86 ഡിഗ്രി 30 മിനിറ്റിൽ നിന്ന് ഈ -4 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് കിട്ടും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 82 ഡിഗ്രി 30 മിനിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഡീക്ലിനേഷൻ ഓഫ് ദ സൺ ഇഫ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദ സൺ അറ്റ് നൂൺ ഈസ് 357 ഡിഗ്രി 30 മിനിറ്റ്. ഓക്കെ, ഇവിടെ ഈ ഒരു സണ്ണിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു വാല്യുവേഷൻ നമ്മൾ എടുക്കുന്നത് 0 ഡിഗ്രിക്ക് അടുത്താണെങ്കിൽ അതെടുക്കും, അതേപോലെ 90 ഡിഗ്രിക്ക് ആണെങ്കിൽ അത് 180 ആണെങ്കിൽ അത് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വാല്യൂ 357 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത് 360 അടുത്തായിട്ടാണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, നമുക്ക് ഫോർമുല അറിയാം. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. സോ ട്രൂ ബിയറിംഗ് നമ്മൾ എത്രയായിട്ട് എടുക്കും, 360 ആയിട്ട് എടുക്കും അല്ലേ. ട്രൂ ബിയറിംഗ് നമ്മൾ 360 ആയിട്ട് എടുക്കും. അതിൻ്റെ റീസൺ എന്താണ് ഞാൻ പറഞ്ഞു. ഇവിടെ ക്വസ്റ്റ്യനിൽ 357 ഡിഗ്രി 30 മിനിറ്റ് എന്നാണ് പറയുന്നത്. അത് നിയറസ്റ്റ് ടു 360 ഡിഗ്രിയാണ്. സോ സണ്ണിൻ്റെ കേസിൽ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ അവിടെ ട്രൂ ബിയറിംഗ് നമ്മൾ 360 ഡിഗ്രി ആയിട്ട് എടുക്കും. ഈ എന്താണ് 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 357. ഓക്കെ, 357 ഡിഗ്രി 30 മിനിറ്റിന് തന്നിട്ടുണ്ട്. ദെൻ പ്ലസ് ഡീക്ലിനേഷൻ എങ്ങനെയാണ് വരിക, പ്ലസ് ഓർ മൈനസ് ഡീക്ലിനേഷൻ ആണ്. ഇവിടെ നമുക്ക് ഡീക്ലിനേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് വരിക, 359 ഡിഗ്രി 60 മിനിറ്റ് മൈനസ് 357 ഡിഗ്രി 30 മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും, 2 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് എന്ന് കിട്ടുമല്ലേ. നമ്മളത് ആഡ് ചെയ്തതാണല്ലോ. ഇവിടെ ഡീക്ലിനേഷൻ ഇവിടെ സിമ്പിൾ എത്രയാണ്, പ്ലസ് ആണ് വരുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഇൻക്ലൈൻഡ് ആംഗിൾ BAC ഇഫ് ദ WCB ഓഫ് ദ ലൈൻ AB ആൻഡ് AC ആർ 45 ഡിഗ്രി 30 മിനിറ്റ് ആൻഡ് 177 ഡിഗ്രി. ഇവിടെ നമുക്കതൊരു വരച്ചു കഴിഞ്ഞാൽ AB എന്ന ലൈനിൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് പറയുന്നത് 45 ഡിഗ്രി 30 മിനിറ്റ് ആണ്. സോ അത് ഇവിടെ വരും. ഈ ഒരു ആംഗിളാണ് 45 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ്. ഇനി നമ്മുടെ AC, ഓക്കെ, ഇത് AB ആണ്. ഇനി AC ലൈനിൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് വരുന്നത് 177 ഡിഗ്രിയാണ്. സോ അത് ഈ ക്വാഡ്രന്റിലാണ് വരിക. AC ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് പറയുന്നത്. സോ ഈ ഒരു ആംഗിളാണ് എത്രയാ, 177 ഡിഗ്രി വരുന്നത്. 177 ഡിഗ്രി വരുന്നത്. ഓക്കെ, നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻക്ലൈൻഡ് ആംഗിൾ BAC, അതായത് ഈ BAC. ഓക്കെ, BACയുടെ ഈ ഒരു ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യുക, ഈ 177 നിന്ന് ഈ ഒരു 45 ഡിഗ്രി 30 മിനിറ്റ് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസറായി. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 131 ഡിഗ്രി 30 മിനിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇൻക്ലൈൻഡ് ആംഗിൾ ഓഫ് QPR ഇഫ് ദ ബിയറിംഗ് ഓഫ് ദ ലൈൻ PQ ആൻഡ് PR നോർത്ത് 26 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആൻഡ് സൗത്ത് 84 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഇതിൻ്റെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ, അതായത് PQ എന്ന് പറയുന്നത് എത്രയാണ്, നോർത്ത് 26 ഡിഗ്രി 30 മിനിറ്റ്. ഓക്കെ, ഈ ഒരു ആംഗിളാണ് 26 ഡിഗ്രി 30 മിനിറ്റ് വരുന്നത്. ഇനി നമ്മുടെ
പി ആർ, ഓക്കെ, ഇത് പി ക്യു ആണ്. പി ആർ വരച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് ഈസ്റ്റ് ആണ് പറയുന്നത്. സോ ഈ ഒരു ആംഗിളാണ് 84 ഡിഗ്രി 30 മിനിറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ക്യു പി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഒരു ആംഗിളിൻ്റെ ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യുക, ഇത്രയും നമുക്കറിയാം, ഇത്രയും എത്രയാണ്, 180 ഡിഗ്രിയാണ്. സോ 180 ഡിഗ്രിയിൽ നിന്ന് ഈ ഒരു രണ്ട് ആംഗിളും, അതായത് 26 ഡിഗ്രി 30 മിനിറ്റും അതുപോലെ 84 ഡിഗ്രി 30 മിനിറ്റും, ഈ രണ്ട് ആംഗിളും 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസറായി. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 69 ഡിഗ്രിയാണ് ആൻസറായിട്ട് വരുന്നത്. Then next question, which accessory is used for leveling the table over the station occupied by the plain table? ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. സ്പിരിറ്റ് ലെവലാണ് ആൻസർ വരുന്നത്. Then next question, which method is used only for locating station point in plain tabling? ഓക്കെ, ഏതാണ്? നമ്മൾ only for locating station point എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി റിസക്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. only for locating station point എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. Then next question, what is another name of tracing paper method in plain table? ഏതാണ്? ട്രേസിംഗ് പേപ്പർ മെത്തേഡിൻ്റെ മറ്റൊരു നെയിം ഏതാണ്? മെക്കാനിക്കൽ മെത്തേഡ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. Then next question, which method of plain tabling is used for plotting inaccessible object, broken boundaries, river, etc? ഏതാണ്? inaccessible object നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇന്റർസെക്ഷൻ മെത്തേഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. Then next question, what is the Back-Ray method in plain table survey? ഏതാണ്? റിസക്ഷൻ ആണല്ലേ. റിസക്ഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then 40ാമത്തെ ക്വസ്റ്റ്യൻ, an imaginary line tangential to longitudinal curve of the bubble tube at its middle point is called? ഏതാണ്? ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. Then next question, the curvature correction is always considered as ഏതാണ്? നെഗറ്റീവ് ആണല്ലേ. നെഗറ്റീവ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. Then 42ാമത്തെ ക്വസ്റ്റ്യൻ, the operation of setting the eyepiece and the object glass at a proper distance apart is known as? ഏതാണ്? ഫോക്കസിങ് ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, what is the length of inward leveling staff? ഏതാണ്? ഇൻവാർഡ് ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലെങ്ത് എത്രയാണ്? 3 ആണല്ലേ. 3 മീറ്റർ ആണ് നമ്മൾ പൊതുവേ പറയുന്നത്. Then next question, leveling which is done to connect the benchmark to the starting point of the alignment of any project is called? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഫ്ലൈ ലെവലിംഗ് ആണ്. ഒരു ബെഞ്ച് മാർക്കാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതിലാണ്? ഫ്ലൈ ലെവലിംഗ് ആണ്. ഫ്ലൈ ലെവലിംഗ് ആണ് ആൻസർ വരുന്നത്. Then next question, a dummy level, how many permanent adjustment are required? ഏതാണ്? എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 3 ആണ് ആൻസർ വരുന്നത്. അത് ഏതൊക്കെയാണ്? നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ബബിൾ ടു ആക്സിസ്, അതുപോലെ തന്നെ മറ്റേതാണ് ഹൊറിസോണ്ടൽ ക്രോസ് എയർ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ ബബിൾ ആക്സിസും ലൈൻ ഓഫ് കോർഡിനേഷനും പാരലൽ ആയിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. അതിൽ 3 എണ്ണമാണ് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the error due to the instrument may not be leveled properly is an error of? ഏതാണ്? അത് പേഴ്സണൽ എറർ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. Then next question, contour lines meeting at a point indicate? ഏതാണ്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വെർട്ടിക്കൽ ക്ലിഫ് ആണ് ആൻസർ വരുന്നത്. Then next question, which contour interpolation method is used for small scale map preparation? ഏതാണ്? 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ബൈ എസ്റ്റിമേഷൻ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, സ്മാൾ സ്കെയിൽ മാപ്പ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ലാർജ് ഏരിയ ആയിരിക്കും. ഓക്കെ, സ്മാൾ സ്കെയിൽ മാപ്പ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ലാർജ് ഏരിയ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ബൈ എസ്റ്റിമേഷൻ മെത്തേഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്, the process of locating the vertical height of point lying on a contour is called? ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. വെർട്ടിക്കൽ കൺട്രോൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എബണി ലെവൽ ഈസ് ആൻ ഇംപ്രൂവ്ഡ് ഫോം ഓഫ്? ഏതാണ്? ഏതിൻ്റെ ഇംപ്രൂവ്ഡ് ഫോമാണ് അബണി ലെവൽ എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിനോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, to obtain the correct volume, the prismoidal correction should always be? ഏതാണ്? സബ്സ്ട്രാക്റ്റഡ് ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. Then next question,
which leveling is conducted to establish the GTS benchmark? Okay, GTS benchmark ഏതാണ് യൂസ് ചെയ്യുന്നത്? പ്രിസൈസ് ലെവലിംഗ് ആണല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ GTS ബെഞ്ച്മാർക്ക് ചെയ്യുന്നത് ആരാണ്? GTS സർവേ ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, square method of indirect contouring is nearly flat area for location of dash site is commonly used. നമ്മൾ ഈ ഒരു സ്ക്വയർ മെത്തേഡ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടൂറിന് ഏതിലാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബിൽഡിംഗ് വരുന്ന കണ്ടീഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. Then next question, the common value of contour interval adopted for location survey are ഏതാണ്? 2 to 3 meter ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, for your triangulation survey work the size of theodolite used ഏതാണ്? ഓപ്ഷൻ എ ആണ്. 14 to 25 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതിന് ലാർജ് ഡയമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 14 to 25 സെൻറ്റിമീറ്റർ. ദെൻ 56ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടോപ്പ് ഓഫ് ടി ഫ്രെയിം ദ തിയോഡലൈറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 57ാമത്തെ ക്വസ്റ്റ്യൻ, മെയിൻലി ദ ഫണ്ടമെന്റൽ ലൈൻസ് ഓഫ് എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആർ ഡാഷ് ഇൻ നമ്പർ ഏതാണ്? ഇവിടെ ആൻസർ 5 എന്ന ആൻസർ ഓപ്ഷൻ ഇല്ല. സോ നമുക്കിവിടെ ഓപ്ഷൻ 4, ഓക്കെ ഓപ്ഷൻ സി 4 നമുക്കത് പിക്ക് ചെയ്യാവുന്നതാണ്. അതിലേതൊക്കെയായിരിക്കും വരിക? ഹൊറിസോണ്ടൽ ആക്സിസ്, അതുപോലെ വെർട്ടിക്കൽ ആക്സിസ്, ലൈൻ ഓഫ് സൈറ്റ്, ദെൻ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. ഓക്കെ, then next question, the only advantage of retrograde vernier theodolite than direct on is ഏതാണ്? നമുക്കറിയാതെ ബിഗ്ഗർ ഗ്രാജുവേഷൻസ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. then next question, according to Gale's traverse table the whole traverse may lie in the dash quadrant ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. then next question, the stadia marking are made on which part of the theodolite ഏതാണ്? diaphragm. ഓപ്ഷൻ ബി diaphragm ആണ് ആൻസർ ആയിട്ട് വരുന്നത്. then 61ാമത്തെ ക്വസ്റ്റ്യൻ, by using an analytic lens in the external focusing telescope can made ഏതാണ്? ഇവിടെ നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ d is equal to KS plus C ആണല്ലേ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് അഡിക്റ്റീവ് കോൺസ്റ്റന്റ് ഈസ് മെയ്ഡ് 0. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് ആൻ 1 degree കർവ് ഏതാണടാ? റേഡിയസ് ഓഫ് ആൻ 1 degree കർവിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, 1719 മീറ്റർ ആണ്. അത് നമുക്ക് എങ്ങനെയാ? d is equal to 1719/6 എന്നാണ് വരുന്നത്. ഓക്കെ, then next question, in railway curve the unit code are generally taken between എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 10 to 20 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. then next question, the transition curve are provided in railways on both side of a circular curve to minimize ഏതാണ്? ഇവിടെ നമുക്ക് അതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ നമുക്കത് PSC ആൻസർ കീ വരുമ്പോൾ അത് ചെക്ക് ചെയ്യാം. ദെൻ 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഓട്ടോ ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഷോർട്ട് കട്ട് കീ ഫോർ M ടെസ്റ്റ് ഏതാണ്? ആൻസർ മൾട്ടി ടെസ്റ്റ് ആണല്ലേ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 66ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷോർട്ട് കട്ട് കീ ഗീവ്സ് ക്വിക്ക് കാൽക്കുലേറ്റർ ആണ് യൂസ് പറയുന്നത്. ഓപ്ഷൻ സി ആണ്, കൺട്രോൾ +8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് UCS ഏതാണ്? ഓപ്ഷൻ സി ആണ്, യൂസർ കോഓർഡിനേറ്റ് സിസ്റ്റം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ കീ F3 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? OSNAP ആണല്ലോ, ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ GUI അതിൻ്റെ ഫുൾ ഫോം ആണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 70ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സോഫ്റ്റ്വെയർ ഈസ് ലിമിറ്റഡ് ടു AutoCAD ഇൻസ്റ്റാളേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, Windows 10 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഡസ് വർക്ക് ഓഫ് ഓർത്തോ ഏതാണ്? നമുക്കറിയാം F8. ഓക്കെ, ഓപ്ഷൻ സി ആണ്, F8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following pointing device is cheaper while comparing the digitalizer ഏതാണ്? വേറെ ഒന്നുമില്ല, ഓപ്ഷൻ സി ആണ്, മൗസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ GPS ഡെവലപ്പ് ചെയ്ത ഏതാണ്? ആൻസർ അറിയാം, ഓപ്ഷൻ എ ആണ്, USA ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഓർബിറ്റൽ ഹൈറ്റ് ഓഫ് GPS ഏതാണ്? നമ്മുടെ സാധാരണ ആൻസർ വരുന്നത് 20
200 കിലോമീറ്റർ ആണല്ലേ വരുന്നത്. ഇവിടെ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ വിച്ച് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് GPS ഫോർ വിഷ്വലി ഇമ്പയർഡ് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, മൊബിക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 76ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സെഗ്മെന്റ് ഓഫ് GPS കൺസിസ്റ്റ് ഓഫ് സാറ്റലൈറ്റ്? സാറ്റലൈറ്റ് ഉള്ളത് ഏതിലാണ്? സ്പേസിലാണ്. സ്പേസിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ 77ാമത്തത്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് EDM ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് മൈക്രോ പ്രൊസസ്സർ ഏതാണ്? ടോട്ടൽ സ്റ്റേഷൻ. ഓക്കെ, ഓപ്ഷൻ ഡി ടോട്ടൽ സ്റ്റേഷൻ ആണ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ ഫോർമുല പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ EDM ഏതാണ്? ഇവിടെ നമുക്കറിയാം നമുക്കൊരു റേസ് അവിടെ പോയിട്ട് തിരിച്ചു വരണമല്ലേ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് സിംഗിൾ റിഫ്ലക്ടർ പ്രിസം ഓഫ് ടോട്ടൽ സ്റ്റേഷൻ ഏതാണ്? സർക്കുലർ ഷേപ്പ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. Then next question, in which condition the LCD screen does not work ഏതാണ്? കോൾഡ് കണ്ടീഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത കുറച്ച് കണക്കാണ്, നമ്മുടെ കാൽക്കുലേഷനുള്ള കണക്കാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ 30 ഡിഗ്രി കോസ് 45 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി സൈൻ 45 കോസ് 30 ഡിഗ്രി സൈൻ 45 ഡിഗ്രി ഏതാണ്? നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 + √3 ഡിവൈഡ് ബൈ 2 √3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡെസിമൽ നമ്പർ 1.21 ഏതാണ്? നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് കാണണമെങ്കിൽ ഒരു സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് √121 നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 121ൻ്റെ റൂട്ട് അറിയാം, നമുക്ക് 11 ആണ്. 100ൻ്റെത് 10 ആണ്. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ 1.1 ആണ് ആൻസർ ആയി. ഓക്കെ, ദെൻ 83ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് A is to B equal to 2 is to 3 and B is to C equal to 4.5 find the ratio of A is to B is to C എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബി എന്ന ടേമാണ് കോമൺ ആയിട്ടുള്ളത്. സോ അതെന്ത് ചെയ്യുക, അതിനെ നമ്മൾ ഒരുപോലെ ആക്കാൻ ശ്രമിക്കുക. അതായത് അതിൻ്റെ വാല്യൂ നമ്മൾ ഒരുപോലെ ആക്കാൻ ശ്രമിക്കുക. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? A is to B. ഓക്കെ, A is to B is equal to 2 is to 4 ആണ്. അതുപോലെ B is to C equal to 4 is to 5 ആണല്ലേ. ഇവിടെ ബിയുടെ ടേമാണ് കോമൺ ആയിട്ട് വരുന്നത് അല്ലേ. ബി ആണ് കോമൺ ആയിട്ട് വരുന്നത്, സെയിം ടൈമായിട്ട് വരുന്നത്. നമുക്കിവിടെ അത് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ ഒരു 4നെ നമുക്ക് ഈ ഒരു 2നെയും 3നെയും 4 കൊണ്ട് ഗുണിക്കാം. 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. 4 × 3 എന്ന് പറയുന്നത് 12 ആണല്ലേ. സോ ഇനി അടുത്ത് ഇതിലേക്ക് വന്നാൽ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. 4 3 12 ആണ്. സോ 5 3 15 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിയുടെ ടേം രണ്ടിടത്തും സെയിം ആയി. സോ ഇവിടെ ആൻസർ ഏതാണ്? A is to B is to C എന്ന് പറയുന്നത് എത്രയാണ്? 8 is to 12 is to 15. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന യൂണിറ്റ്സ് ആണ് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല. സൈൻ 14 1/2 ഡിഗ്രി ഈക്വൽ ടു 0.25 എന്ന് പറയുന്നുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് ദ കൊസീക് 14 1/2 ഡിഗ്രിയാണ് പറയുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സൈനിൻ്റെ ഇൻവേഴ്സ് ആണ് കൊസീക് അല്ല. സൈനിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ എന്തായി? 1/0.25 എന്നായി. ഓക്കെ, 1/0.25 എന്ന് വരും. ഓക്കെ, 1/0.25 എന്ന് വരും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 10⁵ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ ഇൻ kg/m³ ഏതാണ്? 7850. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹീറ്റ് ഗെയിൻഡ് ഓർ ഗിവൺ ബൈ ദ സബ്സ്റ്റൻസ് ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഏതാണ്ടാം? ഓപ്ഷൻ സി ആണ്. ലാറ്റൻറ്റ് ഹീറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് ഏതാണ്? കോപ്പർ ആൻഡ് സിങ്ക് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ടു വെലോസിറ്റി റേഷ്യോ ഏതാണ്? എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/x ഈസ് ഈക്വൽ ടു 1/4 എന്ന് 1/4 + 1/3 ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിമ്പിളാണ്. 1/x ഈസ് ഈക്വൽ ടു 1/4 + 1/3 ആണ്. നമ്മളിത് എങ്ങനെ എഴുതാം? 3 + 4 ഡിവൈഡ് ബൈ 4 × 3 എന്ന് എഴുതാം അല്ലേ? സോ ഇങ്ങനെ എഴുതാം 7 ഡിവൈഡ് ബൈ 12 എന്ന് വരും. നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ 12 അങ്ങ് മുകളിൽ പോകും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. 12/7 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ടഫ്നെസ് ഓഫ് സ്റ്റോൺ ഏതാണ്? ഇമ്പാക്റ്റ് ടെസ്റ്റ് ആണല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇഫ് എക്സസ് അലുമിന ഈസ് പ്രസൻറ്റ് ഇൻ ബ്രിക്ക് എർത്ത് ഏതാണ്? അലുമിന കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? മാക്സ് ദ ബ്രിക്ക് സ്ട്രിങ് ആൻഡ് വാപ്പ് ഓൺ ഡ്രൈയിങ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, for converting quicklime into hydrated lime, required quantity of water is added to quicklime. This process is known as ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്ലാക്കിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ കറക്റ്റ് ആൻസർ ഫ്രം ഗ്രൂപ്പ് ബി ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ഇൻ ഗ്രൂപ്പ് എ ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഫൗണ്ടേഷൻ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബ്രിഡ്ജ് അതേതാണ്? നമുക്കറിയാം പൈൽ ഫൗണ്ടേഷൻ ആണല്ലേ? പൈൽ ഫൗണ്ടേഷൻ ആണ്. അതുപോലെ നമ്മുടെ റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ മറ്റൊരു പേര് എന്താണ്? റാഫ്റ്റ് ഫൗണ്ടേഷൻ ഈസ് ഓൾസോ നോൺ എസ് ഏതാണ്? മാറ്റ് ഫൗണ്ടേഷൻ ആണല്ലേ? സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the inward tilt given to the cross section of the road surface throughout the length of horizontal curve ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സൂപ്പർ എലിവേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question, the ratio between the area of crop irrigated and the quantity of water recovered during the entire growth period of the crop is called ഏതാണ്? ഈ ഓപ്ഷൻ എ ആണ്. ഡ്യൂട്ടി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഡ്യൂട്ടി ഡെൽറ്റയും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ ക്ലാസ്സുകളിൽ. നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ പല രീതിയിൽ മാറി വരാം. അത് നമുക്ക് കൺഫ്യൂഷൻ വരാം. സോ അത് കറക്റ്റായിട്ട് തന്നെ എന്താണെന്ന് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡ്യൂട്ടി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മിനിമം ലിഫ്റ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1.5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഗിവൺ to area of a building consisting of veranda, passage, corridor, balconies ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു എക്സാമിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു നമ്മുടെ ഒക്ടോബർ മാസം അവസാനം നമ്മുടെ എക്സാം വരുന്നുണ്ട്, എക്സാമുകളുണ്ട്. അതുപോലെ അടുത്ത മാസം നവംബറിൽ നമ്മുടെ LSDയുടെ എക്സാം ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഒക്ടോബറിന് ലാസ്റ്റ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഗ്രേഡ് 3 എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു എക്സാമിന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. മേ ബി അതിന് ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നാലും ആരും ഡസ്പ് ആവരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തുടരുക. നമ്മുടെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാം ഈ മാസം ലാസ്റ്റ് ഉണ്ട്. അതുപോലെ LSD ഗ്രേഡ് 2 എക്സാം നമ്മുടെ നവംബർ മാസമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ടൈം ടേബിളൊക്കെ അനുസരിച്ച് തന്നെ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. അതുപോലെ നമ്മുടെ നിമിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ആ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീഡിയോസ് കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ LSD ഗ്രേഡ് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.